എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 വിദ്യാർത്ഥികളുടെ ആൻസർ പേപ്പർ വാല്യുവേഷൻ ആരംഭിച്ചു. ആദ്യം നടത്തുന്നത് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ ആണ്. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി വിഭാഗം ഉണ്ടാകും, അതുപോലെ തന്നെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം ഉണ്ടാകും. എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് +1ൻ്റെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷനാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ ആരംഭിക്കും. അപ്പോൾ ഇന്നു മുതലാണ് ഈ ഒരു പേപ്പർ വാല്യുവേഷൻ ആരംഭിക്കുന്നത്. വിവിധ ക്യാമ്പുകളിലായിട്ട് വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റുകൾ ഇന്നു മുതൽ വാല്യുവേഷൻ ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലുള്ള സപ്ലിമെൻ്ററി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ പേപ്പർ ആണ് വാല്യുവേഷൻ ചെയ്യുക. അതിനുശേഷം മാത്രമാണ് ഈ ഒരു +2 വിദ്യാർത്ഥികൾ ഈ ഒരു +1ൻ്റെ ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം +2 വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുശേഷമാണ് +1 റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്യുക. അപ്പോൾ ആദ്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് ആദ്യം വരാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അതിനുശേഷം +2ൻ്റെ റിസൾട്ട് വരികയും അതിനുശേഷം പിന്നീട് +1ൻ്റെ റെഗുലർ വിഭാഗം, അതായത് ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരികയുമാണ് ചെയ്യുക. അപ്പോൾ മെയ് 2ാം വാരത്തോടെ നിങ്ങളുടെ ഈ ഒരു +2ൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിനു മുമ്പേ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് വിഭാഗത്തിലുള്ള, അതായത് കമ്പാർട്ട്മെൻ്റൽ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ +1 റിസൾട്ട് വരാനും സാധ്യതയുണ്ട്. അത് കാരണം ഈ ഒരു +1ൻ്റെ ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് വിഭാഗത്തിലുള്ള റിസൾട്ട് വന്ന ശേഷമാണ് സാധാരണ മുൻ വർഷങ്ങളിലൊക്കെ ഈ ഒരു +2ൻ്റെ റിസൾട്ട് വരാറുള്ളത്. അതായത് മുൻ വർഷങ്ങളിൽ ഏകദേശം സെപ്റ്റംബർ മാസങ്ങളിലൊക്കെയാണ് +1ൻ്റെ ഈ ഒരു അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കാറുള്ളത്. ഇത്തവണ അത് ഇത്തവണ മുതൽ +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ് +1 ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി പരീക്ഷകൾ നടക്കുന്നത്. ഇനി വരുന്ന വർഷങ്ങളിലും ഇതേ രീതിയിൽ തന്നെ +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയായിരിക്കും +1 ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റിൻ്റെ വാല്യുവേഷൻ ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഏപ്രിൽ 4-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. അപ്പോൾ ഇന്ന് മുതൽ ആദ്യം +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലുള്ള ആൻസർ ഷീറ്റാണ് വാല്യുവേഷൻ ചെയ്യുക. ഈ ഒരു വാല്യുവേഷൻ പൂർത്തിയായ ശേഷം പിന്നീട് ഈ ഒരു +2ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്യും. അതിനുശേഷം പിന്നീടാണ് +1ൻ്റെ റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ, അതായത് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ വാല്യുവേഷൻ ചെയ്യുന്നത്. ആദ്യം +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ സപ്ലിമെൻ്ററി കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റാണ് വാല്യുവേഷൻ ചെയ്യുക. അത് പൂർത്തിയായ ശേഷം പിന്നീട് +2ൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ ഒരു കമ്പാർട്ട്മെൻ്റൽ, റെഗുലർ, അതുപോലെ തന്നെ ഇതുപോലെ വിവിധ വിഭാഗങ്ങളിലായിട്ട് +2ൻ്റെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്യും. അതിനുശേഷം മാത്രമാണ് +1ൻ്റെ റെഗുലർ വിഭാഗം, അതായത് ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി അല്ലെങ്കിൽ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ആ ഒരു റിസൾട്ട് വരികയും അതിനുശേഷം ആ ഒരു റിസൾട്ട് വന്ന ശേഷമായിരിക്കും +2ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് വരിക. കാരണം വിദ്യാർത്ഥികൾക്ക് ആദ്യം നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ +2 ഓവറോളായിട്ട് നോക്കുന്ന സമയത്ത് ജയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഫെയിൽഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം +1 ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൻ്റെ റിസൾട്ട് വരികയും അതിനുശേഷം പിന്നീടാണ് +2ൻ്റെ, അതായത് ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ, പ്രാക്ടിക്കല്ല, +2ൻ്റെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷനിൽ ഈ ഒരു കമ്പാർട്ട്മെൻ്റൽ, റെഗുലർ, അതുപോലെ മറ്റ് സപ്ലിമെൻ്ററി വിഭാഗങ്ങളൊക്കെ ആയിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റിൽ ലഭിച്ച ആ ഒരു മികച്ച മാർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള +2ൻ്റെ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിനുശേഷം മാത്രമാണ് +1ൻ്റെ റെഗുലർ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ, റെഗുലർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതി ഇനി അടുത്ത വർഷം +2ലേക്ക് പഠിക്കാനുള്ള വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് +1 റെഗുലർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് പിന്നീട് ഏകദേശം മെയ് ലാസ്റ്റോടെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ് ഏകദേശം ആദ്യവാരത്തോടെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി കമ്പാർട്ട്മെൻ്റൽ വിഭാഗം റിസൾട്ട് വരും. അതിനുശേഷം ആണ് ഈ ഒരു മെയ് 2nd വീക്കോടെ ഈ ഒരു മാർക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഫെയിൽഡ് ആയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു +2ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വരിക. അതിനുശേഷം മാത്രമാണ് +1 റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളുടെ ഒരു റിസൾട്ട് വരികയുള്ളൂ.
കാരണം ഈ ഒരു പ്ലസ് ടുവിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന ശേഷം പിന്നീട് നീറ്റ്, അതുപോലെ കീം അല്ലെങ്കിൽ ഡിഗ്രി അഡ്മിഷൻ, അതുപോലെ പാരാമെഡിക്കൽ ഡിപ്ലോമ, പാരാമെഡിക്കൽ ഡിഗ്രി എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള കോഴ്സുകളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലസ് ടു പാസ്സാണോ ഇല്ലയോ എന്നുള്ളത് നോക്കണമെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് കൂടി പരിഗണിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് ആദ്യം വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് CE മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്ലസ് 1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം NSS ഒക്കെ ആണെങ്കിൽ NSS ആണെങ്കിൽ അതിന് പ്ലസ് ടുവിനാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വല്ല കലോത്സവമോ അല്ലെങ്കിൽ ജില്ലാതലം, സംസ്ഥാനതലം എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഗ്രേസ് മാർക്കിന് അർഹതയുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മാർക്ക് ആഡ് ചെയ്യുന്നത് അതത് വർഷങ്ങളിലാണ്. അതായത് നിങ്ങളിപ്പോൾ പ്ലസ് 1 പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഗ്രേസ് മാർക്കിന് അർഹതയുള്ള ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് 1ൻ്റെ റിസൾട്ടിൽ GM എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഒരു കോളം കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്കിപ്പോൾ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും കലോത്സവമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാസ്ത്രോത്സവമോ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് നിങ്ങൾ ഈ ഒരു ജില്ലാതലം, അതുപോലെ സംസ്ഥാനതലം എന്നിങ്ങനെ വിഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രേഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രേസ് മാർക്കും, അതുപോലെ തന്നെ നിങ്ങൾ NSS, അതുപോലെ തന്നെ അതായത് 2ാം വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന ഈ ഒരു NSS, അതുപോലെ തന്നെ SPC, അതുപോലെ തന്നെ NCC എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ പ്ലസ് ടുവിനാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൽ ഈ ഒരു ഗ്രേസ് മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് റിസൾട്ട് വരിക. അതായത് റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും TE, CE, PE എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. ഇതേ രീതിയിൽ തന്നെ GM എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് GM എന്ന് പറഞ്ഞാൽ ഗ്രേസ് മാർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു കോളം കൂടി കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഓരോ സബ്ജക്റ്റിന് ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് അതിൽ നൽകിയിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം അറിയാൻ സാധിക്കുന്ന റിസൾട്ട് പ്ലസ് 1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലുള്ള റിസൾട്ട് ആയിരിക്കും. അതിനുശേഷം മാത്രമാണ് പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.